നമസ്കാരം. ഇപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം സ്ത്രീയായാലും പുരുഷനായാലും ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളായാലും സ്ത്രീധനത്തിൻ്റെ പേരിലായാലും ചിലപ്പോൾ ഹസ്ബൻഡ് സൈക്കോ ആയിരിക്കാം, വൈഫ് സൈക്കോ ആയിരിക്കാം. ഒരാളൊപ്പം ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമുക്കിന്ന് നോക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന സന എന്തു പറയുന്നു? ഇത് എങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ഡൗറി ഇഷ്യൂസ് മാത്രമല്ല, ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ പിടിച്ചു നിൽക്കണോ, തിരിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ഇപ്പം എല്ലാവർക്കും പറ്റുന്ന സാഹചര്യങ്ങളാണ്. ഒട്ടുമിക്ക ആളുകളും പഠിപ്പുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പഠിപ്പും ഒന്നുമില്ല. ഇപ്പം എല്ലാവർക്കും അതിനുള്ള കഴിവുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് മരിക്കും, ഒന്നില്ലെങ്കിൽ വൈഫ് പെൺകുട്ടികൾ മരിക്കും. പെൺകുട്ടികൾ മരിക്കുന്നതാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ പറ്റുന്നില്ല എങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് തടസ്സമായി മാറുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അവിടെ പ്രൈഡ് എന്ന് പറയുന്ന സാധനമാണ് പ്രശ്നം എന്ന് തോന്നുന്നു. ലൈക്ക് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഈ പെൺകുട്ടികൾക്കും. ഇപ്പൊ ഒബ്വിയസ്ലി ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ആയി പോവാ, എപ്പോൾ വേണമെങ്കിലും ബ്രേക്കപ്പ് ആവാം. അവിടെ കമ്മിറ്റ്മെന്റ്സ് ഇല്ല എന്നല്ല, ലൈക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, കുട്ടി, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊന്നുമില്ല, ഫാമിലി ഒന്നുമില്ല. അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്. സോ അവിടെ ഒരു ബ്രേക്കപ്പ് എടുത്താലും അവിടെ ഒരു ബ്രേക്ക് എടുത്താലും ഇപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പെൺകുട്ടിയോടെ പിടിച്ചു നിൽക്കണം. മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് അറിയിക്കും. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെന്ന് ചോദിക്കുക, വീട്ടിലേക്ക് അറിയിക്കുകയാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇയാളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, നിങ്ങളെങ്ങനെ വരുമ്പോൾ വീട്ടുകാർ നോ അവിടെ തന്നെ നിൽക്കും, നീ എങ്കിലും പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും വന്ന് മറ്റേ പത്രങ്ങളുടെ മുമ്പിലും അല്ലെ മീഡിയ ഈ പറയുന്ന TV-യുടെ മുമ്പിലൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാണ്, അയ്യോ എൻ്റെ മോളോട് അവൾ അങ്ങനെ പറഞ്ഞിരുന്നു, പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങൾ പെണ്ണാന്ന് വിചാരിക്കുക, പെൺകുട്ടികളുടെ ഒരുപാട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ അവർ ഏറ്റവും അടുത്ത് പറയും അവളുടെ കൂട്ടുകാരിയോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മേനോട് പറയാൻ പറ്റുന്ന അമ്മ വിഷമിക്കേണ്ടാതെ അല്ലെങ്കിൽ അച്ഛൻ വിഷമിക്കേണ്ടാതെ കരുതി ഒരു ആന്റീനോടായിരിക്കാം. പെണ്ണുങ്ങൾ ഇതെന്തിനാ ഒതുക്കി പിടിക്കുന്ന കാര്യം? അതാ ഞാൻ ഇവിടെ പറഞ്ഞത്. കമ്മിറ്റ്മെന്റ്സ് ഈ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കേരള കൾച്ചർ വെച്ചിട്ട് പെൺകുട്ടികൾക്ക് കേരള കൾച്ചർ വെച്ചിട്ട് അല്ല, എനിക്ക് തോന്നി ഞാൻ ഫ്രണ്ടിൽ കയറി വന്നു. നമ്മുടെ ഈ കേരള കൾച്ചർ വെച്ചിട്ട് പെൺകുട്ടികള് എത്രയൊക്കെ മോഡേൺ ആണ്, എത്രയൊക്കെ നമ്മൾ ഫോർവേഡായി തിങ്ക് ചെയ്തു എന്ന് പറഞ്ഞാലും എപ്പോഴും പെൺകുട്ടികൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഫാമിലി എല്ലാവരുടെ ഫാമിലിയും അങ്ങനെ അല്ലാത്ത ഫാമിലീസ് ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഓഫ് ഫാമിലിക്ക് ഒരു ആൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പത്തെ കാലത്തും ഒരു പ്ലേറ്റ് പോലും എടുക്കാൻ ആൺകുട്ടികളെ സമ്മതിക്കാത്ത ഒരു വീടുണ്ട്. എന്നാൽ അതേ ഏജിലുള്ള അതേ കുടുംബത്തിലെ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന പെൺകുട്ടികളോട് നീ എന്താ കഴിച്ച പാത്രം കൊണ്ടേ വെക്കാത്തെ അങ്ങനെ ചോദിക്കുന്ന വീട്ടുകാരുണ്ട്. അവിടെയാണ് വീട്ടിന്റെ അങ്ങനെ ഒരു വേർതിരിവ് വരും. പിന്നെ ഈ പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫാമിലിയും, അത് പെൺകുട്ടിയുടെ ഫാമിലി ആണെങ്കിലും ആൺകുട്ടിയുടെ ഫാമിലി ആണെങ്കിലും, അവര് ചിന്തിക്കുന്ന എന്താണ്, പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ പോകണം. എന്തുകൊണ്ട് ഒരിക്കലും അവര് ഒരു മൂവ് ഔട്ട് ചെയ്യട്ടെ. ഭർത്താവും ഭാര്യയും രണ്ട് പേഴ്സൺസ് ആണ്, രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ട് ടൈപ്പ് ഫാമിലീസ് ആണ്. അപ്പൊ പെൺകുട്ടിയുടെ വീട് വിട്ട് വരുമ്പോൾ ആൺകുട്ടികളും ആ വീട് വിട്ട് വന്നിട്ട് മൂവ് ഔട്ട് ചെയ്യട്ടെ. അതെന്തുകൊണ്ട് ഒരു കുടുംബവും അതെ രണ്ട് വീട്ടുകാരും ആലോചിക്കാത്തത്? ഒരു ആൺകുട്ടി നോക്കണം എന്നുള്ള സംസ്കാരത്തെ കുറിച്ച് നേരത്തെ പറയുന്നത്, ഒരു ആൺകുട്ടി നോക്കണം എന്നുള്ള രീതിയിലല്ലേ ഇപ്പൊ സംസ്കാരം. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ അയാൾ നോക്കണം, അയാളാണ് ഈ അവിടെ നോക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടി ഈ നമ്മുടെ ഇപ്പൊ ഈ സംസ്കാരം വെച്ചിട്ട് ഞാൻ സമ്മതിച്ചു, ആൺകുട്ടികൾക്കാണ് ഈ കുടുംബം നോക്കാനുള്ള ഒരു പ്രയോറിറ്റി, അല്ലെങ്കിൽ അവർക്കാണ് അവരുടെ ഒരു സ്ഥാനം വരുന്നത്. അത് ഞാൻ സമ്മതിച്ചു, അങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷെ ഈ നമുക്ക് ആദ്യം ഒരെണ്ണം പൊളിച്ചെഴുതുമ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത്, എന്തുകൊണ്ട് ഈ പറയുന്ന ആൺകുട്ടികൾക്കും ഒന്ന് ഡിസിഷൻ എടുത്തൂടെ? ഞാൻ എൻ്റെ വീട്ടുകാരെ നോക്കിക്കോളാം, ഞാൻ അവർക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം.
പക്ഷെ ഒരു പെൺകുട്ടി വേറൊരു സ്ഥലത്ത് നിന്ന് വിട്ട് വരുന്ന പോലെ ഓക്കെ ആൺകുട്ടിയും ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടേതായ ഒരു മൂവ് ഔട്ട് ചെയ്ത് നമുക്കൊരു ഫാമിലി ഇങ്ങനെ മിങ്കിളായിട്ടുള്ള പറയേണ്ട കാര്യമൊന്നും ഇപ്പൊ പെൺകുട്ടി പറയണത് എനിക്ക് അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ കഴിയില്ല, എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കേണ്ട കാര്യമുള്ളൂ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, ഈ പറയുന്ന പോലെ ജീവിക്കാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എനിക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്, ഞാൻ നിൽക്കാമെന്ന് പെൺകുട്ടിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാണ് ഈ പറയുന്ന ഒരു ആൺകുട്ടിയുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കണമെന്ന് നിർബന്ധം? എത്രയോ പേര് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം ഉള്ളത്. ഈ ഒരു ചടങ്ങ് പ്രകാരം എന്താണ്, പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ ഇവൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും സ്ത്രീധനം ഉണ്ട്, അത് എന്താ പറയാ, ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അവൻ കല്യാണം കഴിച്ചാൽ അതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം അവിടെ കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ അവരവിടെ പോയി നിൽക്കുന്നത് പറയുന്നത്. അല്ല, അത് ചടങ്ങാണല്ലോ. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാല് ആ പെൺകുട്ടിയുടെ വിധി എന്താന്ന്, ഒരു ഏജ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞാൽ വേറെ വീട്ടിൽ പോകണം. എനിക്കൊരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി വേറൊരു പെൺകുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് മാറ്റി ചിന്തിച്ചാൽ തന്നെ ഈ പകുതി പ്രശ്നം തീരും. എന്തുകൊണ്ട് പെൺകുട്ടികൾ പറയുന്നില്ല? പെൺകുട്ടികൾ പറഞ്ഞാലും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ശരി, അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പേടിയായതുകൊണ്ടല്ലേ പറ്റാത്തത്? പെൺകുട്ടികൾ എന്താ ഉന്നതിയിലാണ്, പെൺകുട്ടികൾക്ക് അവളുടെ ഈ പറയുന്ന കേസസിലൊക്കെ സംഭവിച്ച ഒരു കാര്യം നമ്മൾ കണ്ട ന്യൂസിന് പ്രകാരമാണെങ്കിൽ, അതെല്ലാം ശരിയാണെങ്കിൽ മിക്ക പെൺകുട്ടികളും സ്വന്തം വീട്ടിലും അല്ലാത്തവരോടും ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. മാരേജ് അലയൻസ് എന്ന് പറയുന്നത് ഒരു 2 ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരു ഫാമിലിയും അവര് ഒരു വലിയൊരു സമൂഹം തന്നെ നടത്തി അറിയിച്ചിട്ടാണ് നടത്തിയിരിക്കുന്നത്. നോക്കിയിരുന്നുകൊണ്ടാണ് ഇത്രയും പെൺകുട്ടികൾ ഇപ്പൊ മരിച്ച് പല ന്യൂസുകളും ഓൾറെഡി വരുന്നത്. എന്തായാലും അത് തന്നെ റീസൺ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്റെ മോളെ ആ ഭർത്താവിനെ വിട്ടിട്ട് വന്നു കഴിഞ്ഞാല് അവളുടെ ഭാവി എന്താണ്, ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അവളൊരു ഡിവോഴ്സി ആയി, അങ്ങനത്തെ ഒരു തോട്ട് കൂടി വരുന്നോണ്ട് പേടി, ആൾക്കാർക്ക് പേടി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാരണം മരിക്കണോ അവര്? ഇപ്പൊ ഈ പെൺകുട്ടികൾ ഒരാള് മരിക്കുന്നത് എങ്ങനെ, ഒരാൾ സ്യൂസൈഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആർക്കും സ്യൂസൈഡിന്റെ ഇത് നമ്മൾ കൊടുക്കുന്നതോ ഒന്നുമല്ല. പക്ഷെ ഒരാൾ സ്യൂസൈഡ് ചെയ്യുന്നത് ആള് അത്രയും മാനസികമായിട്ട് തളരുന്നോണ്ടാണ്. പക്ഷെ അതെന്തുകൊണ്ടാ? ഒരാളുടെ സപ്പോർട്ട് ഇല്ലാത്തോ, ഏതാണായാലും പെണ്ണായാലും അങ്ങനെ സിറ്റുവേഷൻ എത്തുന്ന എപ്പോഴാ? ഒരാളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം? അങ്ങനെ അത്രയും ബാഡ് ആയൊരു സിറ്റുവേഷൻ ആവുമ്പോഴാണ് ഒരാൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഒബ്വിയസ്ലി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളിപ്പോ എത്ര എന്താ പറയാ സ്ട്രോങ് ആവണം എന്ന് വിചാരിച്ചാലും എല്ലാവർക്കും ആ മനക്കെട്ടി ഉണ്ടാവണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടികൾ ഒരു പെൺകുട്ടിയോട് പറയുള്ളൂ അവൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, നിങ്ങൾ അതുപോലും കാണുന്നില്ല എന്നുള്ളതാണ് കാര്യമാണ് സത്യം, അല്ലേ? വേറൊരു പെൺകുട്ടി ആന്റീനോടോ അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞില്ലെന്ന് ചോദിക്കാം, അമ്മയോട് പറഞ്ഞു. അതാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവരത് കാണാത്തെന്നുള്ളത്. അല്ല, അപ്പൊ അതൊരു മാറ്റം വരേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അതിപ്പോ അവർ വീട്ടിൽ വന്ന് നിന്നാലും സ്വന്തം കാലിൽ നിൽക്കും. ഇവർ കുട്ടിയായെന്ന് വിചാരിച്ചോ, സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് ഇപ്പൊ എവിടെയും ജോലി എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം ജീവിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം പണ്ടത്തെ പോലെയല്ല, പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാളും വിദ്യാഭ്യാസം കൂടുതലുള്ള ടൈമാണ്. എന്നിട്ടാണ് ഈ കാര്യങ്ങളോട് നടക്കുന്നത്. ഇപ്പൊ ദുബായിലായാലും ഇപ്പൊ ഓരോ ഏത് സ്ഥലമൊന്നും എനിക്കറിയില്ല, അവിടെ ഒരു ഫ്ലാറ്റിൽ ഇതുപോലെ ഒരു മാനസിക രോഗി എന്നിട്ട് അവൻ കാണിക്കുന്നത് ഭയങ്കര അഭിനയമൊക്കെയാണ്. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇത്രയും പഠിപ്പും ദുബായിലൊക്കെ പോയി നിന്നിട്ട് അവിടുത്തെ ദുബായ് ആണെങ്കിലും എവിടെയാണെങ്കിലും മലയാളി തന്നെയാണ്. മലയാളിയുടെ തോട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. കല്യാണം ഒരു ശരാശരി ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോട്ടെ, ലോ ക്ലാസ് ഫാമിലി പോലും കല്യാണം നടത്തുന്നത് എങ്ങനെയായിരിക്കും? നാട്ടാരെ മുഴുവൻ വിളിച്ചുകൂട്ടി 10 തരം കറികളും ആയിട്ട് സദ്യ, അത് ഇത് സ്വർണം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിച്ചിട്ടാണ് എല്ലാ കല്യാണം എല്ലാ വീട്ടിലും നടക്കാറ്. അപ്പൊ ഒന്ന് ആലോചിക്കേ, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അപ്പൊ ഈ വരുന്ന നാട്ടുകാരും ജഡ്ജ് ചെയ്യും, ആ കറി പോരാ, ആ ബിരിയാണി പോരാ, അവൾക്ക് സ്വർണം പോരാ, അല്ലെങ്കിൽ ചെക്കന് ഭംഗി പോരാ, പെണ്ണിന് ഭംഗി പോരാ. ഇത്രയും ജഡ്ജ്മെന്റും കഴിഞ്ഞിട്ട് അവരെല്ലാം പാസ്സായിട്ട് ജീവിച്ച് തുടങ്ങും. ജീവിച്ചു തുടങ്ങിയ ശേഷമുള്ള റിയാലിറ്റി വേറെയാ. അപ്പൊ അവിടെ എന്താണ്, ഒരു റിയാലിറ്റി വരുമ്പോ
പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. മാനസികമായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ശീലിച്ച ഒരു കാര്യം വിട്ടിട്ട് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോ അത് പുതിയ വീടാണ്. ചേട്ടൻ പറ, ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായെന്ന് അറിയില്ല എനിക്ക്. ഇത്രയും വയസ്സായിട്ട് ഓക്കെ, അത്രയും വയസ്സിൽ ശീലിച്ചൊരു കാര്യം മാറ്റാൻ ചേട്ടന് ബുദ്ധിമുട്ടായിരിക്കും. കല്യാണം കഴിഞ്ഞ മാറ്റേണ്ടി വരും. കല്യാണം കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അപ്പൊ എത്രത്തോളം മാനസികമായിട്ട് പ്രഷർ എത്രത്തോളം ഒരു പെണ്ണിന് കിട്ടുന്നുണ്ട്. ചേട്ടന് വായിന്ന് വേറെ അടക്കം വന്നു കല്യാണം കഴിഞ്ഞാൽ അത് മാറ്റേണ്ടി വരുമെന്ന്. എന്ത് മാറ്റേണ്ടി വരും എന്നാ പറഞ്ഞ? ഞാൻ ഇപ്പൊ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള സാധനം, അഡ്ജസ്റ്റ്മെന്റ്. അതെന്തുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. എവിടെ ആണുങ്ങൾക്ക് സ്വന്തം വീട്ടിലാണ് നിൽക്കേണ്ടത്. അവര് ശീലിച്ച കാര്യങ്ങളാണ് ശീലിക്കുന്നത്. പിന്നെ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന ആണുങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. എന്താണ് എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെന്ന് പറയാം. ഒരാളുടെ കാര്യം മാത്രം പറയരുത്. ഒരാളായാലും മാത്രം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ നമ്മളിപ്പോ ഒരു ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 100 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവൾക്കും ഈക്വൽ ആയിട്ട് ഈ റവന്യൂ എന്നുള്ള സംഭവമുണ്ട്. ഈ നമുക്ക് കിട്ടുന്ന ശമ്പളം അത് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്ന് ആണിന് ഒരു ഐഡിയ ഉണ്ടാവും, കറക്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ കാശ് രണ്ടുപേരുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോ ഈ പറയുന്ന രണ്ടുപേരും ഒരുമിച്ചാണ് ഒരു വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഈ ശരി ഒരാള് തന്നെയാണ് ഒരു വീട് നടത്തിക്കൊണ്ട് പോയെന്ന് വിചാരിക്കുക. പെണ്ണ് ഓൾറെഡി ഈ പറഞ്ഞ പോലെ പെണ്ണിന് വന്നിട്ട് ഈ ക്യാഷ് ഉണ്ട്, എല്ലാ പെണ്ണിന്റെ വീട്ടിലും ക്യാഷ് ഉണ്ട്, പെണ്ണിന് ജോലിയുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആണ് ഈ പറയുന്ന സൈക്കോ തരങ്ങള്, അല്ലെങ്കിൽ എപ്പോഴും സംശയം, മറ്റു ഉപദ്രവങ്ങള്, ലഹരി ഉപയോഗിച്ചുള്ള മർദ്ദനങ്ങള്, ഇത് സഹിക്കാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ അതിന്റെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇവൻ ഒരു സാധാരണ ആളാന്ന് വിചാരിക്കുക, രണ്ടുപേരും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ആളിന് ഈ പറഞ്ഞ പോലെ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചിന്തിച്ചു ആ സംഭവം വരുമ്പോൾ അത് നോർമലായിട്ട് എല്ലാ വീട്ടിലും സാധാരണയായിട്ട് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് സൈക്കോ തരങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ കൊണ്ടും ഒരു പെൺകുട്ടി മരണപ്പെടാനുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവൾക്ക് എന്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതൊരു ആണിനാണെങ്കിൽ പോലും നാട്ടുകാർ എന്ത് പറയൂടാ, നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ഡൈവോഴ്സ് ചെയ്യാതിരിക്കാൻ പറയുന്നു. അത് ആണും അനുഭവിക്കുന്നുണ്ട്, പെണ്ണ് അനുഭവിക്കുന്ന പോലെ. ആ ആണുങ്ങൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ പറയില്ല, നാണക്കേടാണ് ആണുങ്ങൾക്ക്. ഈ സെയിം സംഭവം തന്നെയാണ് പെണ്ണുങ്ങൾക്കുള്ളത്. എന്ത് നാണക്കേട്. അതായത് ഞാനിപ്പോ അവളെ കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് ആണുങ്ങൾ പറഞ്ഞാലും അത് സെയിം തന്നെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഉപദ്രവിക്കുന്നവനാണ്, ആണ് അങ്ങനെയെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന ആണ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അതൊരു അവരുടെ ആരുടെ പറയാൻ ചിലപ്പോൾ ഒരു കൂട്ടുകാരോട് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇവർ രണ്ടുപേരും ഡൈവോഴ്സ് എന്ന് പറയുന്ന സാധനം വെച്ചിരിക്കുന്നത് മരണപ്പെട്ട് കഴിയുമ്പോൾ മരണം ത്തിലേക്ക് നയിക്കാതിരിക്കുന്ന സമയത്ത് ഒരു തിരിച്ചുപോക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഈ പെണ്ണുങ്ങൾ മാത്രമല്ല മരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് വീട്ടുകാർ അതിന് സപ്പോർട്ട് ഇപ്പൊ ആണിനെ കേൾക്കാനായാലും പെണ്ണെ കേൾക്കാനും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതില്ലാത്ത റീസൺ ആണ് ഞാൻ ഈ പറയുന്നത്. പ്രൈഡ്, അവർക്ക് അഭിമാനം പോവും. അഭിമാനം പോകും എന്ന് പറയുന്നത് ആരും ഒരു ജീവിതത്തിലും നടക്കാത്തൊരു സംഭവം എന്നല്ല ഈ ഡൈവോഴ്സ്. എനിക്കൊരാളെ പറ്റുന്നില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞാൽ അതിന് മുൻകൈ ഒരു പെണ്ണിനെ ഓൾറെഡി സ്വന്തമായിട്ട് അവളെ എന്തായാലും വിദ്യാഭ്യാസം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ജോലിക്ക് പോകണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പൊ ആണ് മാറിക്കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ സ്വന്തമായിട്ട് ജോലിക്ക് പോകുമെങ്കിൽ ഇവിടെ ആണിന്റെ എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഒരു ആണിനെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും കല്യാണം ഞാൻ പറഞ്ഞു 100 പേര് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 പേര് കല്യാണം കഴിച്ചാൽ 5 പേര് കല്യാണം കഴിക്കാതെ നിൽക്കുന്നുണ്ടാവുമായിരിക്കാം. എങ്കിൽ ബാച്ചിലറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഒരാണിനെ സംബന്ധിച്ച് ഒരു പെണ്ണിൻ്റെ ഒരു തുണ എന്ന് ശരിക്കും പറഞ്ഞാൽ വേണം എന്നുള്ളതാണ്. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഈ ഒരുപാട് മരണത്തിലേക്ക് നയിക്കാത്ത പെണ്ണുങ്ങളോട് അവർ വരികയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ ഡൈവോഴ്സിനും ധൈര്യത്തോടെ നിന്ന് സ്വന്തമായിട്ട് ജീവിച്ച് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന സംഭവം നടക്കൂല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നടക്കണമെങ്കിൽ ഇറ്റ് ടേക്ക് ടൈം. കാരണം പെട്ടെന്നൊരു സംഭവത്തിൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ കൾച്ചർ മാറ്റാൻ പറ്റുന്ന ഇതല്ല നമ്മുടെ ഇവിടെ. കാര്യങ്ങൾ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടിട്ടും ഈ പറയുന്ന ഞാൻ മിക്കപ്പോഴും കണ്ടേക്കണ ഒരു വൺ ലൈനാണ്. ഈ എന്താ പറയാ, ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത ലോകം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ എന്നോട് എന്തോരം പറഞ്ഞിരുന്നറിയാമോ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറയുന്ന മരിച്ചു കഴിയുമ്പോൾ അതൊരു പെണ്ണാണ് മിക്കപ്പോഴും പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ആണുങ്ങൾ വളരെ കുറവായിരിക്കും തോന്നുന്നു. എനിക്ക് ഭയങ്കര പീഡനം അവള് പറഞ്ഞിരുന്നു. ആ മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ലോകമായിട്ട് ഈ ഭയങ്കര പീഡനം എന്ന് പറയുമ്പോഴും ഞാൻ
എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, നമുക്ക് സത്യം ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു നടക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ആ ഒരു സിറ്റുവേഷനിലാണ്, ഭയങ്കര ടോർച്ചർ അനുഭവിക്കുന്ന സിറ്റുവേഷനിലാണ്. ഒബ്വിയസ്ലി ഞാൻ എൻ്റെ ഫ്രണ്ടിനോടോ എൻ്റെ വീട്ടിലോ പറയും. പക്ഷെ ആ വീട്ടിൽ നിൽക്കുന്ന അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആരോടാണോ പറയുന്നത് അവരുടെ സിറ്റുവേഷനിൽ മേ ബി ഈ സിമിലർ സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. അവരുടെ വീട്ടില് ഇപ്പൊ ഞാൻ എന്റെ അമ്മേനോടാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ആ അമ്മ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുവാണ്. ആ അമ്മയുടെ സിറ്റുവേഷൻ എന്താ നമുക്കറിയില്ല. ആ അമ്മയ്ക്കും മൂവ് ഔട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സാഹചര്യം കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ അമ്മ ഒരിക്കലും മകളോട് നീ ഇട്ടിട്ട് പോരെ എന്ന് ധൈര്യത്തോടെ പറയത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഇട്ടിട്ട് പോരെ എന്ന് പറഞ്ഞ വീട്ടിലേക്ക് വരണം തന്നെ ഇല്ലല്ലോ. ഈ പറയുന്ന ആൾക്ക് ഒരുപാട് വീടുകളും റെന്റിന് എടുത്തിട്ടായാലും ഒരുപാട് ആളുകൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. എത്രയോ നമ്മൾ കൊച്ചിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ വൈഫുകൾ, ഈ പെൺകുട്ടികൾ മാത്രം തന്നെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. ഒരു ജോലി ചെയ്ത് അവളുടെ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷേ ഈ പറയുന്ന സ്ത്രീകൾ ഈ പറയുന്ന ഡൈവോഴ്സാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കല്യാണം ഈ കഴിക്കാത്ത പെണ്ണുങ്ങളായാലും കല്യാണ പെൺകുട്ടികളായാലും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, ആണുങ്ങളെ പോലെയല്ല, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന ഒരു മരണത്തിലേക്ക് നയിക്കാതെ എന്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുത്തുകൂടാ? ഈ വീട്ടിലേക്ക് പോകണ്ട, അമ്മ ഞാൻ ഡൈവോഴ്സായി മാറുകയാണ്, എനിക്ക് അയാളെ പറ്റുന്നില്ല, ഞാനിപ്പോൾ നിങ്ങളുടെ നാട്ടിലൊന്നും നല്ല പ്രശ്നമുള്ളൂ, എനിക്ക് വേറെ സ്ഥലത്ത് ജോലി ചെയ്യാം, ഞാൻ എനിക്ക് വഴിപ്പണി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു റെന്റ് കൊടുത്ത് ജീവിക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതാണ്. എന്തിനാണ് വീട്ടിലേക്ക് തന്നെ വരണമെന്ന് പറയണേ? പിന്നെ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ചെയ്യാം, പക്ഷെ ഈ പറയുന്നവരുടെ സിറ്റുവേഷൻ, എന്ത് ലൈഫ് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ഈ പറയുന്ന സംഭവം ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു, ഞാൻ ഇപ്പൊ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ധൈര്യത്തെ എന്റെ വീട്ടിലോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ട്, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, ആണുങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു പെണ്ണിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. പെണ്ണുങ്ങൾക്ക് പക്ഷെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാന്ന്, അതൊക്കെ കറക്റ്റാ. പക്ഷെ എന്നാലും നമ്മളൊരു തളർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമായിട്ട് ഒരു ടീം നമുക്ക് വേണം. അത് മനുഷ്യരാണ്. എന്തായാലും ഒരു ആശ്വാസവാക്ക്, മോളെ എനിക്ക് നീ ഉണ്ട്, അല്ല ഞാനുണ്ട്, നിനക്കത് പറയാനുള്ള ഒരു സാധനം വേണം. അപ്പൊ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് ആണുങ്ങൾക്ക് താങ്ങാൻ ആളുകളാണെന്ന്? വേണമില്ല, പക്ഷെ ആണുങ്ങളല്ലേ പറഞ്ഞു ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഡൈവോഴ്സ് ആവുന്നത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് വീട്ടിലേക്ക് നോ എന്ന് പറഞ്ഞ് വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ എല്ലാ ഫാമിലിയിലും ഇപ്പൊ ഇതേപോലെ എനിക്ക് ഇങ്ങനെ ഞാൻ വിഷമം പറഞ്ഞു എന്റെ വീട്ടില് എനിക്ക് ടോർച്ചറാണ്, എനിക്ക് വിട്ടിട്ട് പോണം. അപ്പൊ എല്ലാ ഫാമിലിയിലും ചിലപ്പോ അവരുടെ സിറ്റുവേഷൻസ് കാരണം കൂടെ അവര് ചിലവര് പറയും മോളെ ഇങ്ങോട്ട് ഇറങ്ങി പോരെന്ന് പറയും, ചിലവര് പറയും സിറ്റുവേഷൻ കാരണം കൂടെ നീ എങ്ങനെയാലും പിടിച്ചെന്ന് പറയും. അത് ഒരു ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് നടക്കുന്നത്. എല്ലാവരുടെ അടുത്തും ഒരേപോലെ എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പൊ ഈ പറയുന്ന കേസസിന്റെ നമ്മൾ അറിയുന്ന കേസസ് ഫ്യൂ ആയിരിക്കും, അറിയാത്ത ഇതേപോലെ റെസ്ക്യൂ ചെയ്ത ഒരുപാട് കേസസ് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഇതേപോലെ ടോർച്ചർ അനുഭവിച്ചിട്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന കുറെ പേരും അങ്ങനെയുണ്ട്. ടോർച്ചർ അനുഭവിച്ചിട്ട് വീട്ടിൽ പറഞ്ഞപ്പോ അവര് ധൈര്യമായിട്ട് മോളെ ഇപ്പൊ പെട്ടെടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ അടുത്തിപ്പോ മരിച്ചത് ഒരു പുറത്തുള്ളൊരു പെങ്കൊച്ചാണ് മരിച്ചത്, നാട്ടിൽ പോലും അല്ല അവര്. അപ്പൊ അങ്ങനെ പെട്ടെടുക്കുമ്പോ അവർക്ക് ഇങ്ങോട്ട് വരണം. ചിലപ്പോ അവര് ഹെൽപ്ലെസ് ആയിരിക്കും, എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാത്ത ആൾക്കാരും ഉണ്ടാവും, നമുക്കറിയില്ല. ഓരോരുത്തരുടെ ലൈഫും ഓരോ രീതിക്കാണ്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇപ്പൊ മരിച്ചിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്, പല ബുദ്ധിമുട്ടാണെന്ന് പലവരെയും ഇതിനു മുമ്പ് സൂചന കൊടുത്തിട്ടുള്ള ആളുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ എന്താ ലൈഫ് സിറ്റുവേഷൻ നമുക്കറിയില്ല. അപ്പൊ ഈ സൂചന കൊടുത്തപ്പോഴും എന്തുകൊണ്ടായിരിക്കും അവര് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ എന്നാ അവർക്ക് വിളിച്ചോട്ട് വരാൻ പാടില്ലേ, അല്ലെങ്കിൽ അവർക്ക് വേറൊരു വഴി ആലോചിച്ചൂടെ? ഇതാ ഞാൻ പറഞ്ഞത്, ഇത് അവരുടെ സിറ്റുവേഷൻ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വീട്ടിൽ തന്നെ വേണമെന്ന് പറയുന്നത്? ഈ ഒരു
സ്ഥലത്ത് കൊണ്ട് അവരെ സെറ്റാക്കിയിട്ട് അവിടെ താമസിക്കുകയും ജസ്റ്റ് ഇവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ നിന്നാലും അല്ല, അപ്പോഴും താങ്ങായില്ലേ എന്ന് ഞാൻ ചോദിക്കണേ. വീട്ടിലേക്ക് കൊണ്ട് നാട്ടുകാരെ അറിയിക്കണമെന്നില്ലല്ലോ ഓൾ ഡൈവേഴ്സായി എന്നുള്ള നാട്ടുകാരെ ഒരു മിനിറ്റ്. ഇപ്പൊ ചില ഹസ്ബൻഡ്മാരുണ്ട്, ഇപ്പൊ ഈ ഒരു സ്ഥലത്തേക്കും വിളിപ്പിക്കില്ല, ഫോൺ ഭയങ്കര ഇതായിരിക്കും, ഒരാളടുത്ത് അത് പറയാനോ അതൊന്നും മനസ്സിലാക്കാനോ ഒരാൾക്ക് പോലും ഹിന്റ് കൊടുക്കാതെ വൈഫിന് ഫുൾ ടൈം കംപ്ലീറ്റ് അവരുടെ സർവൈലൻസിലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇതൊന്ന് സൂചിപ്പിക്കാനായിട്ട് ഏതൊരു പെൺകുട്ടിക്കും പറ്റും, ഇല്ലേ? അത്രയ്ക്ക് എന്താ പറയുക, നിരീക്ഷണത്തിലായിരിക്കും ആ പെൺകുട്ടിയെങ്കിൽ പോലും അറിയാൻ പറ്റും. അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇവരെ വീട്ടിൽ കൂടെ നാട്ടുകാരെ മൊത്തം ഡൈവേഴ്സായെന്ന് അറിയിക്കുന്നത് എന്തിനാണ്, ഇല്ലേ? ഇപ്പൊ ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ നേരത്തെ സന പറഞ്ഞു, അവരുടെ വീട്ടിലും ഇതുപോലെ സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പിടിച്ചു നിന്നിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ഓക്കെ ഈ മകൾ ഇങ്ങനെ വരാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ പറയുന്നത്, ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്ട് അവർക്ക് വേറൊരു അറേഞ്ച്മെന്റ്, ഇവർ ഫ്രീ ആണല്ലോ, അവൾ മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി മാത്രമായിരിക്കും ലോക്കായി, അവർക്ക് വേറൊരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു വേറൊരു ചെറിയൊരു ജോലിയും ഒരു വാടക വീടും കൊടുത്തു കഴിഞ്ഞ് അവർ മേലോട്ട് അപ്പോഴും താങ്ങായില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളില്ലേ കല്യാണം കഴിച്ചല്ലേ, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണേ? വൈഫിനെ ട്രീറ്റ് നമുക്ക് ദേഷ്യം കാണിക്കും, ചിരി കോമഡി വരും, അത് ഓൾറെഡി അവരെങ്ങനെ തിരിച്ച് ട്രീറ്റ് ചെയ്യും? തിരിച്ചു അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം കാണിക്കും, തിരിച്ചു അങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ടോർച്ചർ ഒന്നും ചെയ്യാറില്ലല്ലോ? നമുക്ക് ദേഷ്യപ്പെടുന്നൊക്കെ നോർമലി ഒരു മനുഷ്യൻ ഇതാണ്, അല്ലാണ്ട് ബാക്കിയുള്ളവരെ പോലെ ഇപ്പൊ നീ എനിക്ക് എത്ര ശ്രീധരൻ തന്നില്ല അങ്ങനത്തെ ഒരു സംഭവം ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വൈഫിന് റെസ്പെക്ട് കൊടുക്കണ്ട, അപ്പൊ നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാണ് ഇല്ലേ? നിങ്ങൾ അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ സ്വഭാവമാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണല്ലോ. നിങ്ങളും ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം എന്ന സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ അത് കാണിക്കും. ഇതേപോലെയാണ് എല്ലാ മനുഷ്യർക്കും. ഇപ്പൊ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഇതേപോലെ എന്റെ പ്രായത്തിലുള്ള എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അവിടെ എന്താണ് ക്യാരക്ടറും അവരുടേതായ അവർക്ക് വളർന്നു വന്ന സാഹചര്യം, ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസും വ്യത്യാസമാണ്. ഇപ്പൊ എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ സ്ട്രോങ്ങർ ആവാന്, മീൻസ് എനിക്ക് കുറച്ച് വീക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ സ്ട്രോങ് ആയിട്ട് ഞാൻ ശീലിച്ചു. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പൊ എന്റെ ഫ്രണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ശീലമില്ലായിരിക്കും, അവർ ഇച്ചിരി കൂടി വീക്കായിട്ട് അങ്ങനെ ശീലിച്ച ഒരാളാണ്. അപ്പൊ സെയിം സിറ്റുവേഷനിൽ ഞങ്ങൾ രണ്ടുപേരും എത്തുമ്പോഴും ഞങ്ങൾ രണ്ട് രീതിയിലായിരിക്കും പെരുമാറുക. എന്റെ ഫ്രണ്ട് ഡൗൺ ആവുകയാണെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ആയിരിക്കും അവര് പെരുമാറാന്നുള്ളത് ആ ആളുടെ ലൈഫും ആളുടെ സ്വഭാവം വെച്ചിട്ട് ഇരിക്കും. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആലോചിച്ചൂടെ, അവർക്ക് വേറെ ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അവരെന്താ ഏത് അവസ്ഥയിലാണ് ജീവിച്ച, എന്ത് അവസ്ഥയിൽ കൂടെ പോയത്, എന്തിലാണ് പോയതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ആകെ പുറത്തുനിന്ന് ന്യൂസ് കാണുന്നവര് മാത്രമാണ്. ഈ പറയുന്നവരും അമ്മേനോട് പറഞ്ഞു, അമ്മ എന്തുകൊണ്ടായിരിക്കും തിരിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മ എന്താ, ചിലപ്പോ അമ്മ മനഃപൂർവ്വമായിരിക്കും, ചിലപ്പോ എന്താ സിറ്റുവേഷൻ നമുക്കറിയില്ല. എന്ത് സിറ്റുവേഷൻ, എന്ത് ജീവിതമായി കഴിയും, ഒരാളുടെ ജീവൻ പോണ വരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ പിന്നെ എന്തായി നാട്ടുകാർ മൊത്തം അറിയോ? അല്ല, നാട്ടുകാർ അറിയണതോ ഒന്നുമല്ല. ഒരാൾ വേറെ സിറ്റുവേഷനിൽ ജീവിച്ചു, ഒരാൾ മറ്റേ ജീവിച്ചു, എന്തൊക്കെ ആയിക്കോട്ടെ അവളെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടി അവള് മരിച്ചോട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് സൊല്യൂഷൻസ് പറയാൻ പറ്റില്ല. ഒരാളുടെ നമുക്ക് അറിയത്തില്ല അവരെന്ത് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന്. നമ്മൾ അവരുടെ അവസ്ഥയിൽ നിന്നിട്ടില്ല. അപ്പൊ ഒരിക്കലും ഇപ്പൊ ഈ പറയുന്നതിന് നമുക്കൊരു സൊല്യൂഷൻ കാണാൻ പറ്റില്ല. കാരണം ഇത് ജനറലൈസ്ഡ് അല്ല. ഓരോരുത്തരും ഓരോ ലൈഫിൽ കൂടെ പോണ ഓരോ ജീവിത സാഹചര്യമാണ്. ആ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അവര് തീരുമാനങ്ങൾ എടുക്കുന്നത്. മരിക്കേണ്ടത് മരിക്കും, ജീവിക്കേണ്ടത് ജീവിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നത് സ്യൂസൈഡ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ഇതൊന്നുമല്ല. അവരെ ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്കറിയില്ല അവരെന്തുകൊണ്ടാണ് ആ അവസ്ഥയിൽ ചെയ്തതെന്ന്. അപ്പൊ നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല.
അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ ചേട്ടൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. ഈ പറയുന്ന പോലെ ഒരു ഫാമിലിനോട് അവർ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അവരെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ലൈഫ് കൊടുക്കാനോ ഈ പെണ്ണിന്റെ ഫാമിലിക്ക് പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അത് ചെയ്യുന്നത് തന്നെയാണ്. അത് പിടിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അങ്ങനൊന്നല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ നിർത്താൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചാൽ മതി. ഇനി വരുന്ന പെൺകുട്ടികളെ അത് തന്നെ പഠിപ്പിക്കണം. പക്ഷെ ഇപ്പൊ നടന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താ നടന്നതെന്ന് അറിയാത്തോണ്ട് നമുക്ക് ഒരിക്കലും അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പൊ സന പറയുന്നത്, പക്ഷെ സന പറയുന്ന കാര്യം ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇത് ജനങ്ങളോടാണെങ്കിലും എനിക്ക് പറയാനുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സിറ്റുവേഷനും ആയിരിക്കാം, ചിലപ്പോൾ അയാളെ താങ്ങാൻ പോലും പറ്റില്ല, പക്ഷെ അയാൾക്കൊരു വഴി കാണിച്ചു കൊടുക്കാം. നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, വേറൊരു സ്ഥലത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പറയുമോ അങ്ങനെ ആയിപ്പോയല്ലോ, സഹതാപങ്ങൾ ഇതെല്ലാം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അവള് ഇപ്പൊ ഏത് പെൺകുട്ടിയാണോ അതോ ആൺകുട്ടിയാണോ, അതിപ്പോ പെൺകുട്ടികൾക്കാണ് ഇപ്പൊ പറഞ്ഞ താങ്ങ് വേണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അത് ഏറെ രീതിയിലല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഈ കാര്യത്തിൽ നമുക്ക് ജെൻഡറിനെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇല്ല, ജെൻഡറിന് പോട്ടെ, ജെൻഡറിനെ കേസ് ചെയ്യാൻ ഇപ്പൊ ആയിക്കോട്ടെ, ജെൻഡറും ആയാലും പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും. അപ്പോൾ ഈ നാട്ടിലേക്ക് വരണ ഇപ്പൊ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ ഞാൻ ഡൈവേഴ്സായി, ഞങ്ങൾക്ക് പറ്റുള്ള ഒട്ടും സഹിക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞ് നിൽക്കുന്ന നാണക്കേടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീടിനെ അത് ബാധിക്കുമായിരിക്കാം. ചിലപ്പോൾ പെങ്ങൾ ഉണ്ടാവുമായിരിക്കാം, ഒരു ബ്രദർ ഉണ്ടാവുമായിരിക്കും ഇനി മാരേജ് ചെയ്യാനായിട്ട്. പക്ഷെ അവർക്ക് ഒരു സ്ഥലം, അവരും ആത്മഹത്യ ചെയ്യാതിരിക്കാനോ ഞങ്ങളുണ്ട്, നിനക്ക് ഒരു സാധനം കൊടുക്കുന്നത് വാക്കുകൾ കൊണ്ട് പോലും അല്ലാതെ ഒരു സ്ഥലത്തേക്ക് ഒരു വഴി കാണിച്ചു കൊടുത്ത് അവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അവരെ സെറ്റിലാക്കാനായിട്ട്. കാരണം എല്ലാവർക്കും ജോലി ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അല്ല നമുക്കിത് നടക്കും. പക്ഷെ ഒരു സാധാരണ ഒരു നാട്ടുപുറം ഇച്ചിരി പൈസ ഉള്ള ടീമാണോ അല്ലെങ്കിൽ സ്വന്തം മക്കളെ വേർതിരിവില്ലാണ്ട് എല്ലാരും ഒരേപോലെ വളർത്തി, അല്ലെങ്കിൽ നമുക്കൊരു ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് ലോക്കായി കിടക്കുന്ന കുറെ റൂൾസും ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സംഭവമൊക്കെ എളുപ്പത്തിൽ പറ്റും. അങ്ങനെ കുറെ ഫാമിലീസ് ഉണ്ട്. എന്റെ മോൾക്ക് അത് പറ്റില്ലെങ്കിൽ എന്റെ മോളിനെ ഞാൻ രക്ഷിക്കണം, മോളെ ഞാൻ വിളിച്ചോണ്ട് വരും, അല്ലെങ്കിൽ മോൾക്ക് വേറെ ലൈഫ് കൊടുക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ചില ഫാമിലീസിൽ ഓർത്തഡോക്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ഫാമിലീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അനുഭവങ്ങൾ കേട്ടറിവിനോണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു ഡിവോഴ്സ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന, തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അപ്പൊ ആ പ്രശ്നങ്ങളെ പേടിച്ചിട്ടാണ് പലപ്പോഴും അവർക്ക് ഇപ്പൊ നിൽക്കുന്ന ഒരു മാരേജിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വരാൻ പറ്റാത്തത്. അതാണ് അവരുടെ സിറ്റുവേഷൻ. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒബ്വിയസ്ലി ഈ ഫാമിലി തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്താലായിരിക്കും അവർക്ക് അതിന്റെ പുറത്തുനിന്ന് വരാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നു, പെൺകുട്ടികൾക്ക് എന്തിനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്? ഇവർക്ക് എല്ലായിടത്തും എത്തിയില്ലേ? എല്ലാവരും അല്ല ചേട്ടാ, ഒരു മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരാളെ സപ്പോർട്ടിന് വേണമെന്ന് ആഗ്രഹിക്കും. അതൊരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തെ? ഞാൻ കാര്യം പറയണേ, ഒരാൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ബെറ്റർ അല്ലേ? ഇപ്പൊ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ സനക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടായി, നമ്മൾ എന്താ ചെയ്യാ? നമ്മളവിടുന്ന് മാറി നിൽക്കുക. എന്റെ പൊന്നോ, അത് അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ അത് ചോദിച്ചതല്ലേ. നിങ്ങൾക്കില്ലേ ഏതെങ്കിലും കല്യാണം കേൾക്കാൻ ലേറ്റ് ആയത്? കല്യാണം കേൾക്കാൻ എന്തോടാ ലേറ്റ് ആയത്? പെണ്ണിട്ടാത്തോണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പെണ്ണിട്ടാത്തോണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിനെ കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് പ്രേമ നൈരാശ്യല്ലേ? അത് പെണ്ണുങ്ങളോട് വിരോധം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഓഫ് ദി ക്യാമറ ആയിട്ടാ. പെണ്ണുങ്ങളോട് വിരോധം ഉണ്ടായിരുന്നു വെച്ചാൽ പെണ്ണുങ്ങളോട് വിരോധം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളോട് വിരോധം കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങളോട് താല്പര്യക്കുറവ് വന്നു. അതായത് കല്യാണം കഴിച്ച ഒരു താല്പര്യക്കുറവ് എന്തുകൊണ്ടാ വന്നേ? താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആള് നമ്മളോട് പെരുമാറിയ രീതി കൊണ്ട് നമുക്ക് താല്പര്യം ബ്രേക്കപ്പ് വന്നു. അപ്പൊ സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? കള്ളം പറയല്ലേ, ഒരിക്കലും ഒരു മനുഷ്യന് അങ്ങനെ വരത്തില്ല. ശരി, അപ്പൊ ഞങ്ങളിപ്പോ അടുത്ത ഭാഗം
പറയട്ടെ, ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് നോർമൽ ആയ ഒരു മനുഷ്യന് ഒബ്വിയസ്ലി ഒരു ഇഷ്യൂസ് വരുമ്പോ അവർക്ക് ഒരു സപ്പോർട്ട് വേണം എന്ന് അവർ ആഗ്രഹിക്കും. അത് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഒരു സപ്പോർട്ടും ഇല്ല, ഞാൻ ഒറ്റയ്ക്കായി പോയി എന്നൊരു ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും ബാഡ് ആയിട്ട് ചിന്തിക്കാറ്. ഒരു സാധാ മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഓക്കെ, പെണ്ണുങ്ങൾ സ്ട്രോങ് ആണ്, എല്ലാം ശരിയാണ്, പക്ഷെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ബിഹേവ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. ഇതോടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. താങ്ക് യു.